ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്ലാസ് കിച്ചൺ. ഇന്ന് ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. മൈ സെക്കൻഡ് വ്ളോഗ്. ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഫുഡ് കഴിക്കാനാണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും തടിയും ഒന്ന് കൂടിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ തിരുനാവായ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഫിറ്റ്നസ് സെൻറ്റർ ഉള്ളത് അറിയുന്നത്. T12 ഫിറ്റ്നസ് സെൻറ്റർ. യൂട്യൂബ് ചാനൽ നിലനിർത്താനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വേഗം പോയിട്ട് നമ്മുടെ T12 പോയിട്ട് ജോയിൻ ചെയ്ത് ഒരു മാസം ആയപ്പോഴേക്കും തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടാൻ തുടങ്ങി. ഞാനൊരു 4.5 കിലോ വരെ വെയിറ്റ് കുറഞ്ഞു. ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾ ചോദിച്ചിരുന്നു ഒരു വ്ളോഗ് ചെയ്യുമെന്നൊക്കെ. പിന്നെ ഞങ്ങളുടെ ട്രെയിനറും പറഞ്ഞിരുന്നു ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും ഡിസംബർ 10 ആയിരുന്നു ഞങ്ങളുടെ ജിമ്മിൻ്റെ 2nd ആനിവേഴ്സറി. അപ്പോൾ എന്തായാലും അന്ന് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ആനിവേഴ്സറിയുടെ വ്ളോഗാണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. ഇത് ലേഡീസിൻ്റെ മാത്രം ഫിറ്റ്നസ് സെൻറ്റർ അല്ല, ഇത് ജെൻസിൻ്റെ കൂടെ ഫിറ്റ്നസ് സെൻറ്ററാണ്. അപ്പോൾ അവർക്ക് ടൈമിംഗ് ഉണ്ട്. അവരുടെ ടൈമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു 7 മണി മുതൽ 10 മണി വരെ ആയിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ വൈകിട്ട് 5 to 10 മണി വരെയാണ് അവരുടെ ടൈമിംഗ് ഉള്ളത്. അപ്പോൾ ലേഡീസിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു 11 മണി മുതൽ 2 മണി വരെയാണ്. ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലെ ഏകദേശം ജോലികളൊക്കെ കഴിച്ച് വെച്ചതിന് ശേഷം പോകാനും തന്നെ നല്ലൊരു സമയമാണത്. ഇൻഷാ അല്ലാ അടുത്ത 2022 ഫെബ്രുവരി മുതൽ ലേഡീസിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇവർ പുതിയൊരു ജിമ്മ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ബിൽഡിങ്ങിൻ്റെ നേരെ മുകളിലെ ഫ്ലോറിലാണ് അടുത്ത ലേഡീസിൻ്റെ മാത്രമായിട്ടുള്ള ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫുഡെല്ലാം കൺട്രോൾ ചെയ്ത് ഡയറ്റ് അനുസരിച്ച് നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നതിനേക്കാളും ബെറ്റർ നമ്മളിതുപോലെ വർക്കൗട്ട് ചെയ്തിട്ട് വെയിറ്റ് കുറയ്ക്കുന്നതാണ്. ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യാതെ നമ്മളെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ പലയിടത്തായിട്ടും ലേഡീസിനുള്ള ജിമ്മൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. നീ ഇപ്പോൾ എന്തിനാണ് ജിമ്മിന് പോകുന്നത്, മസിൽ ഉണ്ടാക്കാനാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇപ്പോൾ എല്ലാവർക്കും ഒന്ന് നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നടന്നാൽ പോരാന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങളുടെ ഫിറ്റ്നസ് സെൻറ്ററിൽ വരുന്ന സെഫിയ താത്ത എന്ന് പറഞ്ഞിട്ടുള്ളൊരു താത്തയാണ് ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. എൻ്റെ ഫസ്റ്റ് വ്ളോഗിൽ ഞാനിതുപോലെ ഒരു 3 കേക്കിൻ്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ കേക്ക് ഉണ്ടാക്കിയത് എൻ്റെ കസിനായിരുന്നു. അപ്പോൾ അവളെ പേര് ഞാൻ പറയാൻ മറന്നു പോയതാണ്. നമ്മളെപ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും വല്ല മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ അധികം ശ്രദ്ധിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു തിരക്കിനിടയിൽ നമ്മൾ ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ പറയാൻ മറന്നു പോകും. നല്ല അടിപൊളി ബട്ടർ സ്കോച്ചിൻ്റെ കേക്കായിരുന്നു ഇത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കായിരുന്നു. ഈ കേക്ക് കട്ട് ചെയ്ത് തരുന്നതാണ് ഞങ്ങളുടെ ട്രെയിനർ. കേക്ക് മുറിക്കൽ മാത്രമല്ല അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്, അന്ന് കുറച്ച് പരിപാടികളും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ജമ്പിങ് ജാക്സ്, പ്ലാങ്ക്, റോപ്പ്, സ്കിപ്പിംഗ്, അങ്ങനെ 4 പരിപാടികൾ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. പരിപാടിയുടെ വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പരിപാടിയിൽ വിൻ ചെയ്തവർക്കൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പരിപാടിയുടെ വീഡിയോസ് ഇതിൽ ഉൾപ്പെടുത്താതിരിക്കാനുള്ള 2 കാരണങ്ങൾ. ഒന്ന്, നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡ്രസ്സെല്ലാം ധരിക്കുക. പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് മറന്നുപോയും ചെയ്ത്. അപ്പോൾ ആ വീഡിയോ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് ഞങ്ങളുടെ എയറോബിക്കിൻ്റെ ട്രെയിനർ കൂടിയാണ്. അപ്പോൾ ഞങ്ങളുടെ കോച്ചിൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫാണ് ഇവർ. കുറച്ച് പേർക്ക് അന്ന് പരിപാടിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചതാണ്. ഇതിന് പുറമെ കുട്ടികളുടെ ഡാൻസ് പരിപാടി കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതിൽ. അപ്പോൾ നമുക്ക് അതിലെ കുറച്ച് ഭാഗങ്ങൾ കൂടി കണ്ടു നോക്കാം.
പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.